കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ MK ജയരാജനെതിരെ കടുത്ത നടപടിയുണ്ടാകും. ചാൻസലറായ ഗവർണർ നടപടികൾ ആരംഭിച്ചതായി സൂചന. നിർദ്ദേശം നൽകിയിട്ടും ഗവർണർക്കെതിരായ ബാനറുകൾ നീക്കം ചെയ്യാത്തതിനാലാണ് നടപടി. SFI പ്രതിഷേധം നിലനിൽക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30 ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുക. വിവരങ്ങളുമായി ഷബീർ ഉമർ, സാജിദ് അജ്മൽ എന്നിവർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും സൈഫുദ്ദീനുമൊപ്പം ചേരും. സാജിദിലേക്കാണ്. സാജിദ്, ഇന്നലെയായിരുന്നു ഗവർണറുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായത്. ഗസ്റ്റ് ഹൌസിന് പുറത്തു വരുന്നു, ബാനറുകൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം നൽകുന്നു. പക്ഷേ അതുണ്ടായില്ല. വീണ്ടും SFI ബാനറുകളൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി VC-ക്കെതിരെ കടുത്ത നടപടിക്കുള്ള നീക്കങ്ങൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണോ അണിയറയിൽ? ദിവ്യ, അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. VC-ക്ക് എതിരെ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കുന്നു. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് VC-ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒക്കെ പറയുന്ന കാര്യം, ഈ ചാൻസലറെ വളരെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഈ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗസ്റ്റ് ഹൌസ് പരിസരത്ത് ഉണ്ടായിരുന്നത്. അത് ചാൻസലർ എത്തുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യണമായിരുന്നു. പക്ഷേ അദ്ദേഹം നിർദ്ദേശം നൽകിയതിന് ശേഷവും അത് നീക്കം ചെയ്തില്ല. പിന്നീട് ഈ പോലീസിനോട്, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരോട് വളരെ കയർത്ത് സംസാരിച്ചതിന് ശേഷമാണ് അത് ഊരി മാറ്റിയത്. അതുകൊണ്ട് തന്നെ നിർദ്ദേശം നൽകിയിട്ടും ഈ കറുത്ത ബാനറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും നീക്കം ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ നടപടി എടുക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതെന്തായാലും എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു അന്തിമ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും വിളിച്ചു വരുത്തുകയും ഗവർണർ അതിരൂക്ഷമായ ഭാഷയിൽ ഇവരോട് കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് മാധ്യമങ്ങളുടെ മുൻപിൽ, ക്യാമറയ്ക്ക് മുൻപിൽ ഈ VC-യോട് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ ഈ തനിക്ക് എതിരെ ഉള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് അദ്ദേഹം കാണുകയും ഈ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ്. മറ്റൊന്നത് ഇന്നത്തെ പരിപാടിയാണ്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവുമാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ കാണുന്ന EMS സെമിനാർ കോംപ്ലക്സിലാണ് പരിപാടി നടക്കുന്നത്. 1000-ലധികം പോലീസിനെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്ന് കടുത്ത പ്രതിഷേധത്തിലേക്ക് SFI കടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AISF-ഉം ഈ പ്രതിഷേധം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. AISF-ന്റെ പ്രതിഷേധം 3 മണിയോടുകൂടിയാണ് ഉണ്ടാവുക. SFI-യുടെ ഈ പ്രതിഷേധം എപ്പോഴാണ് എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ക്യാമ്പസിനകത്തും പുറത്തുമായി പ്രതിഷേധം നടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ ഇന്നലെ പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് SFI പറഞ്ഞതോടുകൂടി സമാധാനപരമായ ഒരു ദിവസമാണ്, ഗവർണർ താമസിക്കുന്നുണ്ടെങ്കിലും സമാധാനപരമായ ഒരു ദിവസമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഗവർണർ ആയിരുന്നു ഇന്നലെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കമിട്ടത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ ബാനറുകൾ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. പോലീസിനെ സംബന്ധിച്ച് ഈ സർവകലാശാല എന്നത് വൈസ് ചാൻസലറുടെ അധികാര പരിധിയിലുള്ള ഒരു ഇടമാണ്. സാധാരണയായി വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും മറ്റ് ജീവനക്കാരുടെ എല്ലാം പോസ്റ്ററുകൾ ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങളുള്ള, സർക്കാരിനെ വിമർശിച്ചും മറ്റുമുള്ള ബാനറുകളും പോസ്റ്ററുകളും എല്ലാം തന്നെ സാധാരണമാണ്. അതിൽ പോലീസിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോലീസ് അഴിച്ചു മാറ്റിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം രാത്രിയിൽ ഇറങ്ങി വരികയും ജില്ലാ പോലീസ് മേധാവി ശശിധരനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഷെയിം എന്ന് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത് എടുത്തു മാറ്റിയത്. എങ്കിൽ അത് എടുത്തു മാറ്റിയ ഉടൻ തന്നെ ഈ വലിയൊരു വിഭാഗം SFI പ്രവർത്തകർ വരികയും അതിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുകയും വീണ്ടും ബാനറുകളും പോസ്റ്ററുകളും ഇന്നലെ SFIയുടെ ചില ബാനറുകൾ മാറ്റിയെങ്കിലും അത് പിന്നീട് SFI പ്രവർത്തകരെത്തി അതവിടെ വീണ്ടും സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ ഉള്ളത്. അവിടെ നിന്ന് സെമിനാർ ഹാളിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ ഗോ ബാക്ക് ബാനറുകൾ ഉണ്ടോ, അതോ അതൊക്കെ സർവകലാശാല അധികൃതർ തന്നെ നീക്കിയിട്ടുണ്ടോ?
ദിവ്യ, ഈ സെമിനാർ നടക്കുന്ന EMS സെമിനാർ കോംപ്ലക്സും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസും തമ്മിൽ വളരെ കുറഞ്ഞ ദൂരമാണ് ഉള്ളത്. ഈ നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ 100 മീറ്റർ താഴെ മാത്രം ദൂരമാണ് ഉള്ളത്. അതിനിടയിൽ ഒന്നും ഇല്ല. പക്ഷേ ഈ ഗവർണർ ഈ നടന്നു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്താകും എന്നത് സംബന്ധിച്ച് ഈ വളരെ അടുത്തായതുകൊണ്ട് അദ്ദേഹം കാറിൽ പോകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ റൂട്ട് പ്ലാൻ പ്രകാരം ഉള്ളത്. പക്ഷേ അദ്ദേഹം നടന്നു പോകാൻ തീരുമാനിച്ചാൽ അദ്ദേഹം പുറത്തിറങ്ങി ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇതുപോലെയുള്ള ബാനറുകൾ കാണാം. അതോടൊപ്പം തന്നെ അവിടെ ബാരിക്കേഡിന് മുൻപിൽ ഒരുപക്ഷെ ആ സമയത്ത് SFI പ്രവർത്തകർ പ്രതിഷേധിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ബാനറുകൾ എടുത്തു മാറ്റാൻ പറയുമ്പോൾ ഈ പ്രതിഷേധക്കാർക്ക് നേരെ അദ്ദേഹം പാഞ്ഞെടുക്കുമോ എന്നുള്ള കാര്യവും ഒന്നും തന്നെ വ്യക്തമല്ല. അത്തരമൊരു ആശങ്ക ഉണ്ട്. പരമാവധി ഈ കാറിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. തൊട്ടടുത്താണെങ്കിൽ കൂടി കാറിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ മറ്റ് ഒന്നും തന്നെ ഇല്ല. ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ഥലത്ത് കൂടി ബാരിക്കേഡ് സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ സ്ഥിരമായി ഇവിടെ ഒരു ഗേറ്റും മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അതിനിടയിൽ ഈ സെമിനാർ ഹാളിനും ആ ചെറിയൊരു പ്രദേശത്തില്ല എങ്കിൽ കൂടി ക്യാമ്പസിന്റെ മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതറിഞ്ഞാൽ ഒരുപക്ഷെ ഗവർണർ വീണ്ടും ക്ഷുഭിതനാകുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അതുണ്ടാകുമോ എന്നൊരു ആശങ്ക തീർച്ചയായും പോലീസിന് ഉണ്ട്. SFIയുടെ പ്രതിഷേധം എന്തായാലും ഉച്ചയോടുകൂടി ആയിരിക്കും ഉണ്ടാവുക. ASFും പ്രതിഷേധവുമായി എത്തും എന്നറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അടിച്ച് വീശും. സാധാരണഗതിയിൽ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും എല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അത് നേരത്തെ പ്രഖ്യാപിച്ചും പെട്ടെന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഗവർണറെ പോലെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും എന്ന ഒരു ആശങ്ക മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പോലീസിനും എല്ലാം ഉണ്ടാകുന്നത് ഒരു അത്യപൂർവ കാഴ്ചയാണ്. ഒരിക്കലും ഒരു ഗവർണർ ഈ രീതിയിൽ പുറത്തിറങ്ങി വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇന്നലെ അരങ്ങേറിയത്. അത് ഇന്നും ഉണ്ടാകുമോ, ഏത് രീതിയിലായിരിക്കും? സെമിനാർ ഹാളിലേക്ക് പോകുന്ന വഴിക്ക് ഗവർണറെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, ഗവർണർ കാണുന്ന തരത്തിലുള്ള ബാനറുകൾ ഒന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഷബീർ അമർ കൂടി ചേരുന്നുണ്ട്. ഷബീർ, ഇന്നലെ ഒരു 7 മണി വരെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 7 മണിക്ക് ശേഷം ഗവർണർ പുറത്തിറങ്ങി ബാനറുകൾ നീക്കാൻ ആവശ്യപ്പെട്ടതാണ് SFIയെ ചൂടിപ്പിച്ചത്. SFI വീണ്ടും എത്തുന്നു, ബാനറുകളൊക്കെ സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിലടക്കം SFI പ്രതിഷേധം ശക്തമാക്കുകയാണ്. പല ക്യാമ്പസുകളിലും ബാനറുകൾ ഗവർണർക്കെതിരെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്താണ് SFIയുടെ പ്ലാൻ? ഏത് രീതിയിലായിരിക്കും പ്രതിഷേധ പ്രകടനങ്ങൾ? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ഇന്നലെ നീക്കം ചെയ്തതിന് ശേഷം, ബാനറുകൾ നീക്കം ചെയ്തതിന് ശേഷം SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. ആ ബാനറുകൾ ഇന്നിപ്പോൾ അഴിഞ്ഞു വീഴുന്ന ഒരു നിലയുണ്ടായി. അപ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നതാണ് നമ്മളിപ്പോൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബാനറുകൾ നിൽക്കുന്നത് ഏതാണ്ട് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഏതാണ്ട് 500 മീറ്ററിൽ താഴെ ദൂരമുള്ള സ്ഥലത്താണ് ഈ ബാനറുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7 മണി വരെ പ്രതിഷേധങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല. തങ്ങൾ പ്രതിഷേധിക്കുന്നില്ല എന്ന് SFIയുടെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഗവർണർ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഈ ബാനറുകൾ ശ്രദ്ധിക്കുന്നതും അദ്ദേഹം പുറത്തിറങ്ങി ഈ ബാനറുകൾ അഴിച്ചു മാറ്റണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസ് അപ്പോൾ അത് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ല. അതിനുശേഷം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ബാനറുകൾ അഴിച്ചു മാറ്റില്ല, അത് അവിടെ തന്നെ നിൽക്കും, അഴിച്ചു മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഇതിനെതിരെ ഗവർണർ വളരെ രോഷാകുലനായാണ് പ്രതികരിച്ചത്. അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങി വന്ന് ജില്ലാ പോലീസ് മേധാവിയോട് കയർക്കുന്നതടക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് ഈ ബാനറുകൾ അഴിച്ചു മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ SFIയുടെ പ്രതിഷേധം ഉണ്ടായത്. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഈ പ്രതിഷേധം ഗസ്റ്റ് ഹൌസിന് സമീപം നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 500 മീറ്ററിൽ താഴെ ദൂരത്ത് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ഈ ബാരിക്കേഡ് സ്ഥാപിച്ചതിന് പിറകെയാണ് ഈ ബാനറുകൾ SFI പ്രവർത്തകർ സ്ഥാപിച്ചത്. ആ ബാനറുകൾ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ ബാനറിലുള്ളത്. ഇപ്പോൾ ഇത് അഴിഞ്ഞു വീണത് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു നിലയുണ്ടായി. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഗവർണറുടെ പരിപാടി, ഔദ്യോഗികമായ പരിപാടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കാനുള്ളത്. സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം അതിനു മുമ്പ് പുറത്തിറങ്ങുമ്പോൾ ഈ ബാനറിനെതിരെ അദ്ദേഹത്തിന്റെ പ്രതികരണം
പ്രതികരണം ഉണ്ടാകുമോ, കഴിഞ്ഞ ദിവസത്തെ പോലെ പോലീസിനോട് ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുമോ എന്നതൊന്നും വ്യക്തമല്ല. എന്തായാലും ഇന്നലെ സ്ഥാപിച്ച ബാനറുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി സ്ഥാപിച്ച ബാനറുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അത് അഴിഞ്ഞു വീണതും മറ്റും പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SFIയുടെ പ്രതിഷേധം ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് SFI നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത്. എന്നാൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം, എപ്പോഴായിരിക്കും പ്രതിഷേധം എന്നതിലൊന്നും വ്യക്തത അവർ ഒരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണമോ മറ്റോ നൽകിയിട്ടില്ല. എന്തായാലും ഇവരോട് തന്നെ ചോദിക്കാം, ഈ ബാനർ നിങ്ങൾ മാറ്റാണ്, അഴിച്ചു മാറ്റില്ലല്ല, പുനഃസ്ഥാപിക്കുന്നതാണോ? ഇന്നലെ പോലീസ് വാഹനം തട്ടി താഴെ വീണത് നേരെയാക്കി കിട്ടുന്നു. ഇത് അഴിച്ചു മാറ്റാൻ പോകുന്നില്ല? ഇല്ല. മറ്റു കാര്യങ്ങൾ SFIയുടെ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കും. എന്തായാലും ഇതാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ നിലപാട്. ഈ ബാനറുകൾ അഴിച്ചു മാറ്റാൻ പോകുന്നില്ല. ഇന്നലെ വാഹനം തട്ടിയും മറ്റും അഴിഞ്ഞു വീണത് പുനഃസ്ഥാപിക്കുകയാണ് എന്നാണ് SFIയുടെ പ്രവർത്തകർ, ഈ ബാനറുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്ന SFIയുടെ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഗവർണറുടെ പ്രതികരണം ഉണ്ടാവുകയോ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെയുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ആ നിലയ്ക്കുള്ള നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ബാനറുകൾ, പോസ്റ്ററുകൾ വരും, പ്രതിഷേധം തുടരുമെന്നായിരുന്നു ആർഷോ പറഞ്ഞത്. അത് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കും. എന്തായാലും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അറിയിക്കുമെന്നാണ് ഷമീർ. ഒരു കാര്യം കൂടി, എന്തായാലും ഇന്നിപ്പോൾ ഗവർണറുടെ പരിപാടി ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഒക്കെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ID കാർഡൊക്കെ പരിശോധിച്ച ശേഷമേ വിദ്യാർത്ഥികളെ കടത്തിവിടൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പുറത്തുനിന്നുള്ള SFI വിദ്യാർത്ഥികൾക്കോ പ്രവർത്തകർക്കോ പ്രവേശനം ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ ക്യാമ്പസിനകത്തെ SFI പ്രവർത്തകരുണ്ടാകുമല്ലോ, അവർ സെമിനാർ ഹാളിലേക്ക് അടക്കം ഒരു പക്ഷേ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനൊക്കെ സാധ്യതയുണ്ടല്ലേ? ദിവ്യ, തീർച്ചയായും ഇന്നലെ തന്നെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞത്, ഈ സെമിനാർ നടക്കുമ്പോഴും സെമിനാർ ഹാളിന് പുറത്ത് അല്ലെങ്കിൽ അകത്ത് എല്ലാം ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞത്. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ക്യാമ്പസിൽ നിന്ന് ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് പോകുന്ന വഴിയിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകളെ കടത്തിവിടുന്നില്ല, അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം വഴി ആരെയും യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന മറ്റൊരു കവാടം വഴിയാണ് ID കാർഡ് പരിശോധിച്ച് ഇവിടേക്ക് വരേണ്ടവർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത്. എന്തായാലും ഈ ക്യാമ്പസിനകത്തുള്ള SFI പ്രവർത്തകർ പ്രതിഷേധിച്ചാൽ തന്നെ അത് ഈ സെമിനാർ ഹാളിനടുത്തേക്ക് പോകാത്ത രീതിയിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 1000-ലധികം പേരെയാണ്, 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. SFIയുടെ മാത്രം പ്രതിഷേധമല്ല, നേരത്തെ സാജിദ് സൂചിപ്പിച്ചതുപോലെ ASFും പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 മണിയോട് കൂടിയായിരിക്കും ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് അല്ലെങ്കിൽ ഹാളിന് പുറത്ത് പ്രതിഷേധിക്കുമെന്ന് ASF അറിയിച്ചിട്ടുള്ളത്. എന്തായാലും SFIയുടെ പ്രതിഷേധം ഒരു പക്ഷേ പ്രധാന കവാടത്തിന് പുറത്താകാം, മറ്റൊരു തരത്തിൽ ഇന്നലെ കണ്ടതുപോലെ ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുമാകാൻ സാധ്യതയുണ്ട്. എന്നാലും എപ്പോഴായിരിക്കും പ്രതിഷേധം, എങ്ങനെയായിരിക്കും പ്രതിഷേധം എന്ന കാര്യത്തിലൊന്നും SFI ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വിശദീകരണം തന്നിട്ടില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ ബാനർ സ്ഥാപിക്കുന്ന പ്രവർത്തകനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പ്രതിഷേധത്തിന്റെ കാര്യം സംസ്ഥാന നേതൃത്വം പറയുമെന്നാണ്. എന്തായാലും ഈ ബാനറുകൾ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നില്ല. ഗവർണർക്കെതിരായ ബാനറുകൾ ഇവിടെ തന്നെയുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഗവർണർ രൂക്ഷമായ ഭാഷയിലാണ് ഈ ബാനറുകൾ കെട്ടിയതിനെതിരെ വൈസ് ചാൻസലറെയും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയെല്ലാം ശകാരിച്ചത്. അത് നീക്കം ചെയ്യാൻ അദ്ദേഹം ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ ബാനറുകൾ നീക്കം ചെയ്ത ബാനറുകൾക്ക് പകരം വേറെ പ്രതിഷേധമായി മറ്റ് ബോർഡുകൾ SFI പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തു. ആ ബോർഡുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്തായാലും കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. ദിവ്യ. യെസ്, മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള എന്നെഴുതിയ SFIയുടെ ബാനറാണ്. അത് അഴിഞ്ഞു വീണിരുന്നു. അതിപ്പോൾ പ്രവർത്തകർ വീണ്ടും മാറ്റിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഉറപ്പായും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും എന്ന് SFI നേതൃത്വം അറിയിച്ചതാണ്. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിലൊരു വ്യക്തത ഇപ്പോഴുമില്ല. പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള എല്ലാ മുൻകരുതലും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്തായി വിന്യസിച്ചിട്ടുള്ളത്. സെയ്ഫ് സൈലബ്ദീൻ കൂടി ചേരുന്നുണ്ട്. സെയ്ഫ, ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രതികരണവും നാടകീയ സംഭവങ്ങൾക്കുമൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഗവർണറുടെ പ്രതികരണമൊക്കെ ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ
മാക്സിമം പ്രകോപിപ്പിക്കുക എന്ന് തന്നെയാണോ ഗവർണറുടെ ലക്ഷ്യം? ഗവർണറുടെ ചെയ്തികൾ ഇപ്പോഴല്ല ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറേ കാലമായി ഗവർണർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ബില്ലുകളിൽ ഒപ്പിടാതെ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മൈറ്റ് നൽകുമ്പോഴെല്ലാം ഗവർണർ നൽകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രകോപനത്തിൻ്റെ സ്വരം ഗവർണറുടെ ഭാഷയിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള കൃത്യമായ പ്രതികരണം സംസ്ഥാന സർക്കാരും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ഗവർണർ ബോധപൂർവമായി ഇടപെടൽ നടത്തുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചതാണ്. ഇന്നലെ വൈകിട്ട് അടൂരിൽ നടന്ന നവകേരള സദസ്സിൽ ഈ സമീപകാലത്തൊന്നും മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഇതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വെച്ചതാണ്. സംസ്ഥാന സർക്കാർ പിന്നോട്ടില്ല എന്നുള്ള കൃത്യമായ സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എത്ര പ്രകോപനം സൃഷ്ടിച്ചാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ CPMൻ്റെ നിലപാടിൽ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ സുപ്രീം കോടതിയിൽ സമീപിക്കുകയും ഈ ബില്ലുകൾ ഉൾപ്പെടാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിനുശേഷം സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും എല്ലാം ചെയ്തത്. ഇനി ഗവർണറിന് എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന CPM നേതൃത്വം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ചലനമാണ് നമ്മൾ SFIയിലൂടെ കാണുന്നത്. നിലവിൽ വർഗബഹുജന സംഘടനകളാണ് ഗവർണർക്കെതിരായ സമരത്തിന് മുന്നിലുള്ളത്. അത് വിദ്യാർത്ഥി സംഘടനയായ SFI ഉണ്ട്, DYFI യുവജന സംഘടനയായ DYFI ഉണ്ട്, കർഷക സംഘടനകൾ ഗവർണർക്കെതിരെ സമരം നടത്തുന്നുണ്ട്, രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഇനി CPM കൂടി ഇതിനകത്ത് രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയവുമില്ല. നേരത്തെ ഇടതുമുന്നണി തന്നെ രാജ്ഭവന് മുന്നിൽ സമരം നടത്തിയിട്ടുള്ളതാണ്. ഗവർണറുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുള്ളതാണ്. ഇനി വർഗബഹുജന സംഘടനകളെ മാറ്റിക്കൊണ്ട് ഈ നവകേരള സദസ്സ് തീർന്നതിന് ശേഷം ഡൽഹിയിൽ ഒരു പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നുണ്ട്. അതിന് പിന്നാലെ ഗവർണർക്കെതിരായ പ്രത്യക്ഷ സമരവുമായി CPM കൂടി രംഗത്ത് വരും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി ഗവർണർ എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. സർവകലാശാലകളെ സംഘപരിവാരവൽക്കരിക്കാനുള്ള നീക്കം അത് ഏത് വിധേനയും ചെറുക്കും എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ SFI മുന്നിലുള്ളത്. അതിന് പിന്നാലെ CPM നേതൃത്വവും രംഗത്ത് വരും. മുഖ്യമന്ത്രി തന്റെ നിലപാട് ഇതിനോടകം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊട്ടാരക്ക മണ്ഡലത്തിലെ പരിപാടിയുമായിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം ഞാനിവിടെ നിൽക്കുന്ന ഇവിടെ വെച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ഗവർണർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ ഒരു പത്രക്കുറിപ്പ് രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയുടെ തുടക്കം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വരുത്താൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന സൂചന CPM നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഇന്ന് തന്നെ ഉണ്ടാകും. എന്തായാലും 2 പേരും നേർക്കുനേർ നിന്ന് പോരടിക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അടി പോലും പിന്നോട്ട് പോകാൻ CPM നേതൃത്വവും SFIയും തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ മന്ത്രിമാർ നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാരുടെ പ്രതികരണം തേടിയപ്പോൾ KN ബാലഗോപാലും P രാജീവ് അടക്കമുള്ള എല്ലാവരും SFI പ്രതിഷേധത്തെ സ്വാഗതം ചെയ്യുന്നു, പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SFI പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ട് ഗവർണർക്ക് മറുപടി നൽകുക എന്നതാണോ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? അതിലപ്പുറം ഗവർണർ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നലെ ഇറക്കിയ പത്രക്കുറിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയുടെ തുടക്കമാണ്. മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെ ബാനറുകൾ ഉയർത്തിയതിന് പിന്നിൽ. അത് പോലീസ് അഴിച്ചു മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഗവർണർ ഇന്നലെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ഭരണഘടനാ പ്രതിസന്ധിയുടെ തുടക്കം എന്ന ഗവർണറുടെ വാചകം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന സൂചനകളാണ്, അങ്ങനെ വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു പോവുക, ആദ്യം വിമർശന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്ന രീതി CPM നേതൃത്വം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് CPMൻ്റെ മന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരുമെല്ലാം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. രാവിലെ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPMൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കും. അതിനുശേഷം MP ഗോവിന്ദൻ അദ്ദേഹത്തെ രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊരു 11 മണിയോടുകൂടി AK ബാലൻ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം CPMൻ്റെ പ്രതികരണം എന്ന നിലയിൽ MP ഗോവിന്ദൻ്റെ പ്രതികരണം കൂടി വരും. എല്ലാവരും SFI സമരത്തെ പിന്തുണയ്ക്കും. അതിന് കാരണമായി SFI അല്ലെങ്കിൽ CPM പറയുന്ന കാര്യത്തിൽ ഒരു ന്യായമുണ്ട് എന്നതിൽ വസ്തുതയുണ്ട്. ഈ സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ പേര് മാറ്റിക്കൊണ്ട് സംഘപരിവാർ ബന്ധമുള്ളവരെ ഗവർണർ നിയമിച്ചു. അതൊരു വസ്തുതാപരമായ കാര്യമാണ്. അത് ഇനി അംഗീകരിക്കില്ല. ആ നിലപാട് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് SFI സമരരംഗത്തുള്ളത്. അതിൻ്റെ CPM നേതൃത്വത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും എല്ലാം പൂർണ്ണ പിന്തുണയുണ്ട് താൻ. അതാണ് സൈഫ്. അവിടെ SFI നേതൃത്വത്തിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പിന്തുണയുണ്ട്. അത് തന്നെയാണ് വലിയ കരുത്ത്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ കോഴിക്കോടേക്ക് വന്നാൽ അവിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. SFI വലിയ പ്രതിഷേധവുമായി വന്നാൽ
എങ്ങനെ ആ പ്രതിഷേധങ്ങളെ പോലീസ് നേരിടും എന്ന തരത്തിലുള്ള ഒരു വ്യക്തത കുറവ് കൂടി ഇല്ലേ ആഭ്യന്തര വകുപ്പിനും? ഭരണത്തെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI. വർഗബഹുജന സംഘടന, CPM-ന്റെ വർഗബഹുജന സംഘടനയായിട്ട് വരുന്നതാണ് SFI എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പോലീസിന് ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഗവർണറുടെ സുരക്ഷയെ അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഈ തനിക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ്, ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് ഉറക്കെ ഇതിനോടകം തന്നെ പറഞ്ഞു.